ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് താത്താൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ വീടും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫുൾ വീഡിയോ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഒതുങ്ങി കൂടിയ നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നേരെ വന്നാലൊരു ലിവിങ് ഏരിയ, അവിടെ അങ്ങനെ സോഫ സെറ്റ് ഉണ്ട് കേട്ടോ. സോഫ സെറ്റ് അടിപൊളിയാണ്, നല്ല ഇഷ്ടമായി. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു മിററും വാഷ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടിയിലൊരു ബോക്സ് ഉണ്ട്, വാഷ് ഏരിയ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കോമൺ ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ ടി വി യൂണിറ്റ് വെക്കാനുള്ളതാണ് കേട്ടോ. അവിടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഓരോ ലൈറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ അതൊരു നിസ്കാര റൂമാണ് കേട്ടോ, അപ്പുറത്തേക്ക് ഒരു നിസ്കാര റൂമാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്കൊരു ഹാളാണ്, മോൾക്ക് വേറെ റൂമൊന്നുമില്ല കേട്ടോ, ഒരു ഹാൾ എടുത്തേക്കാണ്. പിന്നെ സിറ്റ് ഔട്ടിനോട് നേരെ ചാരിയിട്ട് ഒരു സിംഗിൾ റൂമുണ്ട് കേട്ടോ. അവിടെ ഒരു അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ലിവിങ്ങിനോട് ചേർന്ന ഒരു നിസ്കാര റൂമാണ്. അവിടെ ഇങ്ങനെ സോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടി വി യൂണിറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുവന്ന്, അതാണ് അത് കേട്ടോ. അപ്പോൾ ടി വി ഒന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ ടി വി ഒക്കെ നമ്മൾ സാവധാനം വെക്കാച്ചിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് കാണും കേട്ടോ. പിന്നെ ഉള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. ഈ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അതിൽ എന്താണ് അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് അലമാരയും കണ്ണാടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു റൂമാണ് കേട്ടോ. ഇതിൽ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ആ ലിവിങ്ങിൽ നിന്ന് പിന്നെ പോകുന്നത് നമ്മൾ കിച്ചണിക്കാണ് കേട്ടോ. കിച്ചൺ ഡൈനിങ് ഹാൾക്കാണ്. അവിടെ ഒരു ടേബിളുണ്ട്, അതുപോലെ ഫ്രിഡ്ജും സൈഡിലായിട്ട് സോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ ഒരു ബ്ലാക്ക് ഇത് കണ്ടില്ലേ, അതാണ് കേട്ടോ. അതിൽ പാത്രങ്ങളൊക്കെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ വെക്കണതാണ്. പിന്നെ ഉള്ളത് നമ്മൾ അടുക്കളയാണ് കേട്ടോ. അടുക്കള ഇങ്ങനെ 2 റാക്കുണ്ട്. മുകളിൽ എന്താണ് ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിത്തേൽ നമ്മൾ കൊടുത്തിട്ടില്ല. അവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നുറുക്കാൻ അതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ അടുപ്പും പിന്നെ ഗ്യാസ് അടുപ്പും ഇതൊക്കെയുണ്ട്. ഇവിടെ പിന്നെ താഴത്തെ ഒരു വടിക്കേരിയയിൽ വാഷിംഗ് മെഷീൻ, അതുപോലെ ഒരു തിണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊട്ടത്താളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കേട്ടോ. വടക്കേരിയൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന ടൈം ഓണ അറിയില്ല കേട്ടോ. നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് മുകളിൽ സ്റ്റെപ്പ് കയറിയാൽ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാളാണ് കേട്ടോ. അവിടെ ഹാളാണ്, അവിടെ കട്ടിലും കാര്യങ്ങളും തയ്യൽ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ താത്താൻ്റെ വീട്. പിന്നെ നമ്മൾ അടുക്കളയുടെ ഭാഗത്ത് തന്നെ വടക്കേരിയുടെ ഭാഗത്ത് തന്നെ ആയിട്ട് ബാത്റൂം ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് 2 ബാത്റൂം ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഒതുങ്ങിയൊരു വീടാണ്, എല്ലാതും ഇൻക്ലൂഡ് ചെയ്തെങ്ങാണ്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ക്ലോക്ക് എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ക്ലോക്കൊക്കെ നല്ലൊരു ഇത് തോന്നിയിട്ട് ഹൈലൈറ്റായിട്ട് തോന്നി. അപ്പോൾ ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലോക്കും കൂടി വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പൂരിയാണ് കേട്ടോ, പൂരി പൊരിക്കുകയാണ് താത്ത, പൂരി പൊരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അളക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് അടുപ്പിനോട് ചേർന്നിട്ട് ഒരു റാക്കുണ്ട്, അവിടെ ഇങ്ങനെ അളക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ എണ്ണക്കുപ്പി, അതുപോലെ പൊട്ടണ ഒരു പാത്രത്തിൽ കല്ലുപ്പ് അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്ര സ്റ്റാൻഡും അതുപോലെ വാശേരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിക്കണു. ബാങ്ക് കൊടുത്തു, ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ ഒരുങ്ങാണ്. പത്തിരിയും പൊറാട്ടയും അതുപോലെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കോഴി പൊരിച്ചതും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത മാതിരി ഇനി മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോസൊക്കെ കാണാൻ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താത്താൻ്റെ വീട്ടിലെ ഒരു നോമ്പ് തുറ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു, സന്തോഷമായിട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ പോകുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോ വിളിച്ച് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.
പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികളുണ്ട് ടാബിൽ ഗെയിമൊക്കെ കളിക്കുന്നു കേട്ടോ. അപ്പോൾ അനുസരിച്ച് അവരൊപ്പം കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു കളിക്കണ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ പെണ്ണ് കളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ കൈമ ചവിട്ടാനൊന്നും വെയ്ക്കണില്ല. അപ്പോൾ ഇങ്ങനെ അപ്പം ഞാൻ എന്താട്ടി അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു മിററുണ്ട്. മിറർ ഞാൻ പറഞ്ഞു വാഷ് ഏരിയയിൽ ലിവിങ് ഏരിയയിൽ ഒരു മിററുണ്ട് കേട്ടോ. ആ മിറർ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മൾ കണ്ണാടിയും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പല പല കളറ് കത്തണം. അങ്ങനത്തെ മിററാണ് കേട്ടോ അവർ വാഷ് ഏരിയയിൽ വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.